ഹലോ കൂട്ടുകാരെ, ഇവർ വിവാഹിതരായാൽ എന്ന സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് എന്താണെന്ന് നോക്കാം. കഥയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ചെയ്യുക. അങ്ങനെ അച്യുതനെ അന്വേഷിച്ചുകൊണ്ട് ഭൂമി വീടിന് ചുറ്റും നടക്കുകയാണ്. ഇനി താൻ അറിയാതെ അച്യുതനെങ്ങാനും ഇങ്ങോട്ട് വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ വീടിൻ്റെ എവിടെയെങ്കിലും മാറി നിൽക്കുന്നുണ്ടോ എന്നൊക്കെ ആലോചിച്ചിട്ടാണ് ഭൂമി നടക്കുന്നത്. കൂട്ടത്തിൽ ഒരു ടെൻഷനുണ്ട്. കാരണം അമ്മയെ വിളിച്ചു കഴിഞ്ഞപ്പോൾ അമ്മ പറഞ്ഞത് അച്ഛൻ ഇറങ്ങിയിട്ട് കുറച്ചധികം നേരമായി എന്നാണ്. അപ്പോൾ എത്തേണ്ട നേരവും കഴിഞ്ഞു. അപ്പോൾ വരുന്ന വഴിക്ക് ഇനി അച്ഛന് വല്ല അസുഖമോ ബുദ്ധിമുട്ടോ എന്തെങ്കിലും ഉണ്ടായോ എന്ന് ഭൂമിയുടെ ആശങ്കയ്ക്ക് കാരണമാകുന്നുണ്ട്. കാരണം അച്ഛന് ബ്രെയിൻ ട്യൂമർ കണ്ടുപിടിച്ചിട്ട് അച്ഛൻ്റെ സിറ്റുവേഷൻ ഇത്തിരി ക്രിട്ടിക്കലാണെന്നും ഭൂമിയുടെ മനസ്സിലുണ്ടല്ലോ. അങ്ങനെ ഭൂമി ഇങ്ങനെ വീടിന് ചുറ്റും നടക്കുന്ന സമയത്ത് ഭൂമിയെ കാണാതെ തന്നെ അച്യുതൻ ആ വീടിൻ്റെ ഉള്ളിലോട്ട് കയറി വരികയാണ്. ഇവർ പരസ്പരം കാണുന്നില്ല. ഇതേ സമയം ഭവാനിയും പുറത്ത് നിൽക്കുന്നുണ്ട്. ഭവാനിയും അച്യുതനെ കാണുന്നില്ല. അങ്ങനെ അച്യുതൻ അകത്തോട്ട് കയറി ഇങ്ങനെ പരിങ്ങി നിൽക്കുന്ന സമയത്താണ് സൗഭാഗ്യമ്മ അച്യുതനെ കാണുന്നത്. അപ്പോൾ ചോദിക്കും, നിങ്ങൾ ആരെ കാണാനാണ് വന്നിട്ടുള്ളത്? അപ്പോൾ അച്യുതൻ പറയും, ഞാൻ ഭൂമിയുടെ അച്ഛനാണ്, മോളെ അന്വേഷിച്ച് വന്നതാണ്. മോള് ഈ പായസപാത്രം അവിടെ കൊണ്ടുവരാൻ മറന്നുപോയി, അത് കൊണ്ടുവരാൻ വന്നതാണ്. അപ്പോൾ സൗഭാഗ്യമ്മ അടുത്തേക്ക് എണീറ്റ് വന്ന് പറയും, ഓ ഭൂമിയുടെ അച്ഛനാണല്ലേ, നിങ്ങൾ വളരെ ഭാഗ്യം ചെയ്ത അച്ഛനാണ്. നിങ്ങളുടെ മകൾക്ക് ഒരു പെൺകുട്ടിക്ക് വേണ്ട അടക്കവും ഒതുക്കവും സ്നേഹവും ബഹുമാനവും ഒക്കെ ഉണ്ട്. നിങ്ങൾ വളരെ ഭാഗ്യം ചെയ്തൊരു അച്ഛനാണ്. എനിക്ക് അവളെ വളരെ ഇഷ്ടമാണ്. ഞാൻ അവളെ ഈ വീട്ടിലെ രംഗത്തെ പോലെയാണ് കാണുന്നത് എന്നൊക്കെ അച്യുതൻ്റെ അടുത്ത് സൗഭാഗ്യാമ്മ പറയുകയാണ്. അപ്പോൾ അച്യുതന് വളരെ സന്തോഷമാവും. അച്യുതൻ പറയും, നന്ദിയുണ്ട് ഈ വാക്കുകൾ കേട്ടതിന് എന്ന് പറയുകയാണ്. അപ്പോൾ സൗഭാഗ്യാമ്മ പറയും, അച്ഛനും മോളും ഈ പൂജയിലൊക്കെ പങ്കുകൊണ്ട് ഭക്ഷണവും കഴിച്ചിട്ടേ ഇവിടെ നിന്ന് പോകാൻ പാടുള്ളൂ കേട്ടോ. ഓ ശരി, അതൊക്കെ അത്രേ തന്നെ ഉള്ളൂ. ഞങ്ങളെല്ലാം രണ്ടുപേരും ഈ പൂജയിൽ കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിച്ചിട്ടേ പോവുള്ളൂ എന്ന് പറയും. അങ്ങനെ സൗഭാഗ്യാമ്മ പഴയ സ്ഥലത്തോട്ട് ഇരിക്കാൻ വരും. അങ്ങനെ അച്യുതൻ ആ ഹാളിൻ്റെ ഒരു കോർണറിലോട്ട് നീങ്ങി നിന്ന് പൂജയിൽ പങ്കുകൊണ്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഇതേ സമയത്താണ് പുറത്തു നിന്ന് ഭവാനി ഫോൺ ചെയ്തിട്ട് അകത്തോട്ട് വരുന്നത്. അപ്പോൾ ഭവാനിയും അച്യുതനും ഇതുവരെ കണ്ടിട്ടില്ല. പക്ഷേ ഭവാനി അകത്തോട്ട് കയറി വരുമ്പോൾ അച്യുതൻ ഭവാനിയെ കാണുന്നുണ്ട്. അങ്ങനെ ഭവാനി ഫോണിലിങ്ങനെ നോക്കിയിട്ടാണ് ഹാളിലോട്ട് വന്ന് ഒരു സൈഡിലോട്ട് നിൽക്കുന്നത്. അപ്പോൾ അച്യുതന് മനസ്സിലായി ഇത് ഭവാനിയുടെ വീടാണെന്ന്. അങ്ങനെ ഭവാനിയുടെ വീട് ഇതാണെച്ചെങ്കിൽ തീർച്ചയായും ഭൂമിയുടെ വീടും ഇത് തന്നെ ആവണമല്ലോ. അങ്ങനെ ഭവാനി കാണാതെ എങ്ങനെയെങ്കിലും വീടിൻ്റെ പുറത്തോട്ട് ഇറങ്ങണമെന്ന് വിചാരിച്ച് അച്യുതൻ മെല്ലെ പമ്മി വീടിൻ്റെ പുറത്തോട്ട് ഇറങ്ങുകയാണ്. ആദ്യം വാതിലിൻ്റെ അവിടെ പോയി ഒളിച്ചു നിൽക്കും. പിന്നെ അവിടെ നിന്ന് ഉമ്മറത്തോട്ട് ഇറങ്ങി വരും. അങ്ങനെ ഇറങ്ങി വരുമ്പോൾ അച്യുതൻ്റെ മനസ്സിൽ 1000 ചോദ്യങ്ങളാണ് വരുന്നത്. കാരണം ഇത് ഭവാനി മാഡത്തിൻ്റെ വീട് ഇതാണെങ്കിൽ ഭൂമിയുടെ വീടും ഇത് തന്നെയല്ലേ. അപ്പോൾ ഭൂമിയുടെ ബന്ധുക്കളാണ് ഇവിടെയുള്ള എല്ലാവരും. അങ്ങനെ ഓരോന്നാലോചിച്ച് അച്യുതനെ പേടിയാവാൻ തുടങ്ങും. ഉള്ളിൽ ഭയത്തോടു കൂടി അച്യുതൻ പുറത്തോട്ട് ഇറങ്ങി നടക്കുകയാണ്. അങ്ങനെ പുറത്തോട്ട് ഇറങ്ങി നടന്ന് ഒരു അപ്പോഴാണ് ഭവാനിയും അങ്ങോട്ട് ഇറങ്ങി വരുന്നത് കാണുന്നത്. അത് കണ്ടതോടുകൂടി അച്യുതൻ വേഗം ഒരു അവരുടെ വീടിൻ്റെ സൈഡിലുള്ള ഒരു ഷെഡ് പോലത്തെ ചെറിയൊരു കുഞ്ഞു ബിൽഡിംഗ് ഉണ്ട്. അതിൻ്റെ ഉള്ളിലോട്ട് കയറി അച്യുതൻ ഒളിക്കുകയാണ് ഭവാനി കാണാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇതേ സമയം നമ്മുടെ ഭൂമി ഇപ്പോഴും അച്യുതൻ അന്വേഷിച്ച് നടക്കുകയാണ്. വിളിക്കുന്നുണ്ട്, ഫോൺ കിട്ടുന്നില്ല, ഒന്നുമില്ല. അങ്ങനെ ഭൂമി ആകെ വിഷമത്തിൽ ആ വീടിൻ്റെ ഉള്ളിലോട്ട് പൂജ നടക്കുന്ന ഹാളിലോട്ട് കയറുകയാണ്. അങ്ങനെ പൂജ നടക്കുന്ന ഹാളിലോട്ട് കയറി കഴിയുമ്പോൾ ഭൂമിയുടെ മുഖത്തെ ടെൻഷൻ കണ്ടപ്പോൾ മുത്തശ്ശി ചോദിക്കും, എന്താ മോളെ, എന്താ പറ്റി നിനക്കൊരു ടെൻഷൻ ഉള്ളത് പോലെയെന്ന്. അതൊന്നുമില്ല മുത്തശ്ശി, ഞാൻ അച്ഛനെ നോക്കുമായിരുന്നു. അച്ഛനാണെങ്കിൽ ഇതുവരെ വന്നിട്ടുമില്ല, വിളിച്ചിട്ട് ഫോണും എടുക്കുന്നില്ല. അപ്പം മുത്തശ്ശി ചിരിച്ചുകൊണ്ട് പറയും, നിൻ്റെ അച്ഛൻ വരികയും ചെയ്തു, പായസം ഇവിടെ തരികയും ചെയ്തു പറഞ്ഞു. അപ്പോൾ അവൾ പറയും, അയ്യോ എന്നിട്ട് ഞാൻ അച്ഛനെ കണ്ടില്ലല്ലോ. അതപ്പം നന്നായത്. ഇത്രയും നേരം മോൾ അച്ഛനെ അന്വേഷിച്ച് നടക്കുമായിരുന്നു, ഇപ്പം അച്ഛൻ മോളെ അന്വേഷിച്ച് നടക്കാവും. ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും മോളെ, നീ ഒന്ന് നന്നായി നോക്ക് എന്ന് പറയും. അപ്പോൾ ശരി മുത്തശ്ശി, ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് ഭൂമി ആ വീടിൻ്റെ ഉള്ളിലോട്ട് കയറുകയാണ്. ഇനി എവിടെയെങ്കിലും തുറന്നു കിടക്കുന്ന ഏതെങ്കിലും വാതിലൂടെ എവിടേക്കെങ്കിലും കയറിയോ അല്ലെങ്കിൽ പുറത്തേക്ക് ഇറങ്ങിയോ എന്നൊന്നും അറിയില്ലല്ലോ. അപ്പോൾ ഭൂമി ഇങ്ങനെ നടന്ന് നോക്കാൻ ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോഴാണ് ഒരു റൂമിൻ്റെ വാതിൽ തുറന്ന് കിടക്കുന്നത് ഭൂമി കാണുന്നത്. അങ്ങനെ ഭൂമി ആ വാതിലിലൂടെ ആ റൂമിൻ്റെ അകത്തോട്ട് കടക്കുമ്പോൾ ഒരു കുട്ടിയുടെ, അതായത് ഒരു 1-2 വയസ്സ് പ്രായമുള്ള ഒരു കുട്ടിയുടെ വലിയ ഫോട്ടോ ഫ്രെയിം ചെയ്തിരിക്കുന്നത് കാണാം.
അതേപോലെ തന്നെ ആ ഫോട്ടോയുടെ മുകളിലായിട്ട് ഒരു അമ്മയും ഒരു കുഞ്ഞും കൂടി ഇരിക്കുന്ന ഒരു ഫോട്ടോയും ഫ്രെയിം ചെയ്തിട്ടുണ്ട് കാണാം. വളരെ വലുതാക്കിയിട്ടാണ് ഫ്രെയിം ചെയ്തിട്ടുള്ളത്. പിന്നെ ആ കുഞ്ഞിൻ്റെ ഒരുപാട് ചെറുപ്പത്തിലെ ഫോട്ടോകളും ഒക്കെ ആ റൂമിൽ ഇങ്ങനെ ഫ്രെയിം ചെയ്തിരിക്കുന്നത് കാണാം. പിന്നെ കുഞ്ഞു കുഞ്ഞു ടോയ്സുകളും അവിടെ ഇവിടെയൊക്കെ കിടക്കുന്നുണ്ട്. അപ്പോൾ ആ കുട്ടിയുടെ മുഖം കണ്ടപ്പോൾ നമ്മുടെ ഭൂമി ചുറ്റും ഇങ്ങനെ നോക്കുകയാണ്, നല്ല പരിചയമുള്ള പോലെ. അതായത് ഭൂമിക്ക് വളരെ ഒരു ഭയങ്കര ഇഷ്ടം തോന്നുന്ന ഒരു ഫോട്ടോ ആയിട്ട് മാറുകയാണ്. അപ്പോഴാണ് സത്യൻ ആ റൂമിലോട്ട് കയറി വരുന്നത്. അപ്പോൾ ഭൂമി പറയും, സോറി സാർ, ഞാൻ ഈ റൂമിൻ്റെ വാതിൽ തുറന്ന് കിടക്കുന്നത് കണ്ടു. അപ്പോൾ ഞാൻ അച്ഛനെങ്ങാനും ഇങ്ങോട്ട് അറിയാതെ കയറിയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് കയറി നോക്കിയതാണ് എന്ന് പറയും. അപ്പോൾ സത്യം പറയും, അയ്യോ അതിനെന്തിനാ മോളെന്നോട് സോറി പറയണേ, നീ എനിക്ക് മകളെ പോലെ തന്നെയാണ്, അതുകൊണ്ട് കയറിയാലൊന്നും കുഴപ്പമില്ല എന്ന് പറയുകയാണ്. അപ്പോൾ ഭൂമി ചോദിക്കും, സാർ ഇതാരാണ് എന്ന്. അപ്പോൾ സത്യൻ പറയും, ഇതെൻ്റെ മകളാണ്, മറ്റത് എൻ്റെ ഭാര്യയും. അതെയോ, എന്താ സാർ ഇവരുടെ പേര്? മോളുടെ പേര് അഭിരാമി എന്നും ഭാര്യയുടെ പേര് സുമിത്ര എന്നാണ്. അപ്പോൾ ഭൂമി ചോദിക്കും, ഇവരിന്ന് പൂജയ്ക്ക് വരുമോ സാർ? ഇവിടെ ഇതുവരെ കണ്ടില്ലല്ലോ ഇവരേനെ. അവരെ കാണുന്നില്ല, അത് തന്നെയാണ് പ്രശ്നം എന്ന് പറയും. അതെന്താ സാർ അങ്ങനെ പറഞ്ഞത്? കഴിഞ്ഞ 22 വർഷങ്ങൾക്ക് മുന്നേ എനിക്ക് ഇവരെ രണ്ടുപേരെയും നഷ്ടപ്പെട്ടതാണ്. ഇവരെ കാണാനില്ല, പോലീസുകാരും ഒക്കെ അന്വേഷിച്ചിട്ട് തോറ്റുപോയൊരു കേസാണ് ഇവരുടേത്. ഇവരിപ്പോഴും ഞാൻ അന്വേഷിച്ച് കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഏകദേശം എൻ്റെ മോള് വളർന്നിരുന്നെങ്കിൽ ഏകദേശം നിൻ്റെ ഭൂമിയുടെ പ്രായം ഏകദേശം ആയേനെ എന്നൊക്കെ പറഞ്ഞ് സത്യൻ വിഷമിക്കുകയാണ്. അപ്പോൾ അത് കാണുമ്പോൾ ഭൂമിക്ക് നല്ല വിഷമം തോന്നും. കാരണം ഇത്രയും നല്ലൊരു മനുഷ്യൻ്റെ കുടുംബം നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണല്ലോ അദ്ദേഹം. അങ്ങനെ അപ്പോൾ ഭൂമി പറയും, സാർ വിഷമിക്കേണ്ട, തീർച്ചയായും സാറിന് അവരെ കണ്ടുപിടിക്കാൻ പറ്റും എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ അയാൾ പറയും, സത്യം പറയും, ശരി, ഞാനും ആ ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് ജീവിക്കുന്നത്, അവരെ കണ്ടുപിടിക്കാൻ പറ്റുമെന്നുള്ള ആ ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് ഞാനും ഇപ്പോഴും ജീവിച്ചിരിക്കുന്നതെന്ന് പറയാം. അങ്ങനെ ഭൂമി പറയും, എനിക്കെന്തോ കാണുമ്പോൾ തന്നെ പ്രത്യേക ഒരു ഇഷ്ടം തോന്നുന്നു എന്നൊക്കെ പറയുകയാണ് ഭൂമി. പിന്നെ അവൾ പറയും, ഞാൻ അച്ഛനെ കാണാനില്ലാണ്ട് തിരഞ്ഞു നടന്നതാണ് ഇവിടെ, അങ്ങനെയാണ് ഈ റൂമിൽ എത്തിപ്പെട്ടത്, ഞാൻ എന്തായാലും അച്ഛനെ ഒന്നും കൂടി അന്വേഷിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞ് ഭൂമി ആ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോരുകയാണ് ചെയ്യുന്നത്. ഇതേ സമയം കമാൽ ഭവാനിയെ വിളിക്കുന്നുണ്ട്. അപ്പോൾ കമാൽ പറയും, ഞാനിവിടെ എത്തി മാഡം, മാഡം ഒന്ന് വീടിൻ്റെ പുറത്തേക്ക് വരുമോ എന്ന് ചോദിക്കും. ഭവാനി പറയും, കമാൽ അവിടെ നിൽക്കൂ, ഞാനിപ്പോൾ തന്നെ ഇറങ്ങി വരാം എന്ന് പറഞ്ഞ് ഭവാനി പുറത്തോട്ട് ഇറങ്ങി വരികയാണ്. അപ്പോൾ ഇതൊക്കെ കണ്ടു നിന്നുകൊണ്ട് നമ്മുടെ അച്യുതൻ ആ റൂമിൽ, അതായത് അവരുടെ വീടിനടുത്തുള്ള ഒരു ചെറിയ റൂമിൽ ഒളിച്ച് നിൽക്കുന്നുണ്ട്. അങ്ങനെ ഭവാനിയും കമാലും കൂടി പുറത്തുനിന്ന് സംസാരിക്കുകയാണ്. അപ്പോൾ ഈ സംസാരിക്കുന്നത് എന്താണെന്ന് കേൾക്കാൻ വേണ്ടി അച്യുതൻ മതിലിൻ്റെ അവിടെ വന്ന് ഇങ്ങനെ നിൽക്കും. അപ്പോൾ അവർ പറയുന്നത് ഇങ്ങനെയാണ്, അതായത് കമാൽ പറയണത്, ഞാൻ അച്യുതനെക്കുറിച്ച് അന്വേഷിച്ചു, അയാൾ ഇവിടെ വന്നിട്ട് അധികം കാലമൊന്നും ആയിട്ടില്ല, 2-3 വർഷമേ ആയിട്ടുള്ളൂ. അയാളുടെ കുടുംബവും കൂടെയുണ്ട്, അയാളുടെ ഭാര്യയും അയാൾക്ക് ഒരു ഒരു മകളും ഉണ്ട്. മകൾ ഏകദേശം വലിയ കുട്ടിയാണ് എന്ന് പറയും. അപ്പോൾ ഭവാനി ചോദിക്കും, ആ മകൾക്ക് ഏകദേശം എത്ര പ്രായമുണ്ടെന്ന് നിനക്കറിയോ? അയാൾ വീട് എവിടെയാണെന്ന് കണ്ടുപിടിച്ചോന്ന്. വീട് എവിടെയാണെന്ന് ഞാൻ കണ്ടുപിടിച്ചില്ല, അയാൾ എവിടെയാണ് താമസിക്കുന്നത്, മകളുടെ പ്രായവും കിട്ടിയിട്ടില്ല എന്ന്. അപ്പോൾ ഭവാനി പറയും, എന്നാൽ നീ അയാളെ കൃത്യമായി അന്വേഷിക്കണം, ഞാൻ കൊല്ലാൻ ഏൽപ്പിച്ച ആ കുട്ടി തന്നെയാണോ അച്യുതൻ്റെ കയ്യിലുള്ള ആ പെൺകുട്ടി എന്ന് എനിക്കറിയണം. അങ്ങനെയാണെച്ചെങ്കിൽ അയാൾ എന്നെ ചതിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. പിന്നെ ഇവർ രണ്ടുപേരും ജീവിച്ചിരിക്കുന്നതിൽ അർത്ഥമില്ല, നീ അവരെ കൊന്നു കളഞ്ഞേക്ക് എന്ന് ഭവാനി കമാലിനോട് പറയുകയാണ്. അപ്പോൾ കമാൽ പറയും, അതൊക്കെ ഞാൻ വേണ്ട രീതിയിൽ ചെയ്തോളാം മാഡം, മാഡം അതൊന്നോർത്ത് വിഷമിക്കേണ്ട എന്ന്. ഭവാനി പറയും, അങ്ങനെ എന്നെ ചതിച്ചിട്ട് ആരും ജീവിച്ചിരിക്കണത് എനിക്കിഷ്ടമല്ല. പിന്നെ എൻ്റെ മകളുടെ കാര്യത്തിൽ, എൻ്റെ മകളുടെ വിവാഹമാണ്, അപ്പോൾ അതിനു മുൻപ് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ആക്കണം, എന്നാലേ എനിക്ക് സമാധാനം ഉണ്ടാവുള്ളൂ എന്ന് പറയുകയാണ്. ശരി മാഡം, അതൊക്കെ ഞാൻ വേണ്ട രീതിയിൽ ചെയ്തോളാം എന്ന് പറയുകയാണ്. ഈ പറയുന്നതെല്ലാം സൈഡിൽ നിന്ന് അച്യുതൻ കേൾക്കുന്നുണ്ട്. അപ്പോൾ അച്യുതന് വല്ലാത്ത ഭയം വരുന്നുണ്ട്. അങ്ങനെ ഇവർ അച്യുതൻ അവിടെ നിന്ന് മെല്ലെ മാറുമ്പോൾ അവിടെ ഒരു ചെറിയൊരു ഏണി ചാരി വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഏണി അച്യുതൻ്റെ ദേഹം തട്ടിയിട്ട് താഴത്തോട്ട് വീഴും. അപ്പോൾ ഈ വീഴുന്ന ശബ്ദം കേട്ടിട്ട് കമാലും ഭവാനിയും അങ്ങോട്ട് ഓടി വരും. അപ്പോഴേക്കും അച്യുതൻ ആ ചെറിയ റൂമിലോട്ട് തന്നെ തിരിച്ചു പോയി ഒളിച്ച് ഒരു സൈഡിലിരിക്കും. അപ്പോൾ ഭവാനി വന്നിട്ട് എല്ലാവരും ഭവാനിയും കമാലും കൂടി വന്ന് നോക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ കമാൽ പറയും, അത് കാറ്റത്തെങ്ങാനും വീണതായിരിക്കും മാഡം, അല്ലാതെ മനുഷ്യന്മാരൊന്നും ഇപ്പോൾ ഇവിടെ കാണാനില്ലല്ലോ, അത് കാറ്റടിച്ച് വീണതായിരിക്കുമെന്ന്. അങ്ങനെ ഭവാനിയും ആ ചെറിയ കുഞ്ഞു റൂമിൻ്റെ വാതിലൊക്കെ തുറന്ന് നോക്കുന്നുണ്ട്. പക്ഷേ അച്യുതൻ ഒരു പ്രത്യേക തരത്തിലാണ് ഇരിക്കുന്നത്. ആ ഇരിക്കുന്ന രീതി കാരണം അച്യുതൻ ഭവാനിയുടെ കൺമുൻപിൽ പെടാതെ ഇരിക്കുന്നതാണ്. അങ്ങനെ ഭാഗ്യം കൊണ്ട് മാത്രമാണ് അച്യുതനും ഭവാനി പരസ്പരം കാണാതെ ഇരിക്കുന്നതും അച്യുതൻ രക്ഷപ്പെടുന്നതും.
അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിക്കുന്നത്. ഇനി ഈ ആഴ്ചത്തെ പ്രൊമോ ഡീറ്റെയിൽസ് നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇന്നലെ. അപ്പോൾ അതെല്ലാവരും കാണുക. കൂടുതൽ നേരത്തെ ഈ സീരിയലിൻ്റെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ആദ്യം നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ചെയ്യുക.